ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പെസഹ തിരുനാൾ. പഴയ നിയമത്തിലെ കർത്താവിൻ്റെ സംഹാരദൂതൻ്റെ കടന്നുപോകൽ പെസഹായും ഇസ്രായേൽ ജനം രക്ഷ പ്രാപിക്കുന്നു നമ്മൾ കാണുന്നുണ്ട്. അതിന് സമാനമായി എഴുതപ്പെട്ടത് നിറവേറാനായി പുതിയ നിയമത്തിൽ ഈശോയുടെ രക്ഷാകരമായ കടന്നുപോകൽ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട്, സ്നേഹത്തിൻ്റെ അനിർവചനീയമായ കൽപ്പന നൽകിക്കൊണ്ട്, പൗരോഹിത്യത്തിൻ്റെ യഥാർത്ഥ മാതൃക കാണിച്ചുകൊണ്ട്, ഉയരെ മലമുകളിൽ ഉയർത്തപ്പെട്ട കുരിശിൽ നമുക്കായി സ്വയം ബലിയാകാൻ തയ്യാറായവൻ. ഈശോയുടെ ഈ കടന്നുപോകലിന്, ഈ പെസഹായിക്ക് വലിയ പ്രത്യേകതകളുണ്ട്. ഗുരു ശിഷ്യർക്ക് ഭൃത്യനായി മാറി എളിമയുടെ വലിയ കൽപ്പന നൽകിക്കൊണ്ട്, മുറിക്കപ്പെട്ട് അനേകർക്ക് ജീവനാകാൻ ആത്മത്യാഗം ചെയ്തുകൊണ്ട്, സ്നേഹവിരുന്നും സ്നേഹബലിയുമായി അവിടുന്ന്. തള്ളിപ്പറഞ്ഞവൻ ദൈവത്തിങ്കിലേക്ക് നോക്കി തെറ്റുപറ്റിയെന്ന് വിലപിച്ചു. അവൻ ക്രൈസ്തവൻ്റെ പാറയായി. ഒറ്റിക്കൊടുത്തവൻ ഇരുട്ടിലേക്ക് നടന്നു നീങ്ങി. തിരിഞ്ഞൊന്ന് ഈശോയെ നോക്കിയിരുന്നെങ്കിൽ ഈശോ അവനോടും പറഞ്ഞേനെ, മോനെ, നിന്നെ എനിക്കിപ്പോഴിഷ്ടമാണെന്ന്, മേലിൽ പാപം ചെയ്യരുതെന്ന്. ഇനിയൊന്ന് ഉള്ളിലേക്ക് നോക്കിയേ. നമ്മുടെ മുഖം ആരെ പോലെയാണ്? പത്രോസിൻ്റേതുപോലെയോ യൂദാസിൻ്റേതുപോലെയോ? ഏതുമായിക്കോട്ടെ, ഒന്ന് തിരിഞ്ഞു നോക്കാം. ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് ഒന്ന് വിലപിക്കാം. മേലിൽ പാപം ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കാം. ഈശോ നമ്മളെ തീർച്ചയായും ചേർത്ത് പിടിക്കും. ഒറ്റിക്കൊടുക്കാനിരുന്നവന് പോലും ഹൃദയം മുറിച്ച് സ്നേഹം മാത്രം വിളമ്പിയവൻ ഇന്ന് നമ്മോടുകൂടെ പെസഹ അപ്പം കഴിക്കാൻ നമ്മുടെ ഭവനങ്ങളിലേക്കും വരട്ടെ. പീഡാനുഭവത്തെയും അവിടുന്ന് സഹിച്ച വേദനകളെയും കുറിച്ചോർക്കുമ്പോൾ കണ്ണുകളിൽ ഒരു തുള്ളി കണ്ണുനീർ പൊടിയുന്നുണ്ടോ? എങ്കിൽ നമ്മിലും മാനസാന്തരത്തിൻ്റെ കണിക അവശേഷിക്കുന്നു എന്നർത്ഥം. ആരാധനയിൽ എഴുന്നള്ളി വരുന്നവൻ നമ്മെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടാവും, തീർച്ച. നമുക്കും തിരിച്ചു പുഞ്ചിരിക്കാം. എന്നിട്ട് പരസ്പരം നോക്കി സഹോദരരോടും പുഞ്ചിരിക്കാം. പെസഹ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.